ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം ജോലി പോകുന്നോ ഇല്ലയോ ഈ ഡിബേറ്റ്സ് ഒക്കെ ഒരു സൈഡിൽ പോകുന്നതിനിടയിലാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ കൂട്ട പിരിച്ചുവിട് 12,000 മിഡ് ടു സീനിയർ എംപ്ലോയീസിനെയാണ് TCS പിരിച്ചുവിട്ടത്. TCS ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനികളിലൊന്നാണ്. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിലോ കോവിഡ് മഹാമാരിയിലോ പോലും ഇങ്ങനൊരു കൂട്ട പിരിച്ചുവിടലിന് കമ്പനി മുതിർന്നിട്ടില്ല. ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിടാൻ ഒരുങ്ങി IT കമ്പനിയായ ടാറ്റ വരും നാളുകൾക്കായുള്ള തയ്യാറെടുപ്പെന്നാണ് Tata Consultancy Services. They're letting go of 12,000 people. Why? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കോഡിംഗ്, ടെക് സപ്പോർട്ട്, ബഗ് ഫിക്സിംഗ് തുടങ്ങിയ മേഖലകൾ ഇപ്പോൾ AI ടൂളുകളാണ് ചെയ്യുന്നത്. GitHub, കോപൈലറ്റ് പോലുള്ള AI ടൂളുകൾ എൻട്രി ലെവൽ കോഡിംഗ് ജോലികളെ 30% ആണ് കുറച്ചത്. ChatGPT പോലുള്ള ടൂളുകൾ കസ്റ്റമർ സപ്പോർട്ട് ക്വയറീസ് 40% വേഗത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് പ്രകാരം 50% മാർക്കറ്റ് റിസർച്ചും സെയിൽസ് ജോബ്സും 25% വരെ മാനേജർമാരുടെ ജോലികൾ പോലും AI ഉപയോഗിച്ച് മെച്ചപ്പെടുത്താം. 2023 വിപ്രോ 40,000 ഫ്രഷേഴ്സിനെ റിക്രൂട്ട് ചെയ്തപ്പോൾ 2025 ആകെ 10,000 പേരെയാണ് റിക്രൂട്ട് ചെയ്തത്. നാസ്കോമിൻ്റെ ഒരു സർവേ പ്രകാരം 70% എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഇപ്പോഴും C++ഉം ജാവയുമാണ് പഠിക്കുന്നത്. എന്നാൽ മാർക്കറ്റിൽ AI, ഡാറ്റ സയൻസ് തുടങ്ങിയ മേഖലകളിലേക്കാണ് ആളുകളെ വേണ്ടത്. AI കാരണം ജോലി പോകും. AI കടന്നു വരുന്ന ഏത് ഇൻഡസ്ട്രിയിലാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത്, ആ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ആവറേജ് ആണെങ്കിൽ നിങ്ങളുടെ ജോലി പോകും. സോ വാട്ട് ഈസ് എ സൊല്യൂഷൻ? അപ്സ്കിൽ ആൻഡ് റീസ്കിൽ ചെയ്യുക. നമ്മുടെ ജോലി AI കൊണ്ട് മാറ്റപ്പെടുമോ എന്നല്ല, അതേ ജോലി AI ഉപയോഗിച്ച് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതാണ് ചോദ്യം.